ഞാൻ സംസാരിച്ച അടുത്ത വഴിയാണ് സ്റ്റഡി. ഫസ്റ്റ് വൺ വരുന്നത് ഇതാട്ടോ. ഇതാ ഒരു സെമി ടസർ സെമി ജൂട്ട് പോലത്തെ ഫാബ്രിക് ഇല്ലേ, അതാണ് ഞാൻ എപ്പോഴും കൊണ്ടുവരുന്നുണ്ടല്ലോ ഈ ഒരു ടൈപ്പ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്കും ഇഷ്ടമാണ്, നിങ്ങൾക്കും ഇഷ്ടമാണല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു മോഡൽ പിന്നെയും കൊണ്ടുവരുന്നത് കേട്ടോ. നല്ല കളേഴ്സ് നല്ല ഡിസൈനും ഇതിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നല്ല നല്ല ഭംഗിയുള്ളത് കാണുമ്പം എന്തെങ്കിലും എടുക്കാതിരിക്കാൻ തോന്നുന്നില്ല. അത്ര രസമായിട്ട് ഇതെല്ലാം കാണാൻ. ശരിക്കും നമുക്ക് ആ ജൂട്ട് പോലെ സിൽക്ക് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. സെമി ജൂട്ട് സിൽക്ക് ഫാബ്രിക്. അതിൽ ഫുള്ളിൻ്റെ അകത്ത് ഈ ഒരു പ്രിൻറ്റ് കൂടാതെ അകത്ത് സെൽഫ് പ്രിൻറ്റും ഉണ്ട് കേട്ടോ. ഒരു ട്രയാങ്കിൾ ടൈപ്പ് ഡിസൈൻ. അത് അത്ര കാണത്തില്ല ഇതിൻ്റെ അകത്ത്, പക്ഷേ നല്ല രസമുണ്ട് നേരിട്ട് കാണാനായിട്ട്. പിന്നെ അത് കൂടാതെയുള്ള പ്രിൻ്റാണ് ഇതിൽ വരുന്നത്. നമ്മുടെ ഒറിജിനൽ കാത്താവക്കിൻ്റെ ടൈപ്പ് ഡിസൈനില്ലേ അതേപോലെ തോന്നിക്കും, പക്ഷേ പ്രിൻ്റാണ്. വാഷ് ചെയ്യാനും കുഴപ്പമില്ല. നല്ല ഭംഗിയുള്ള സെറ്റാട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ചിന് അടിപൊളിയാണ്. 2000 ബിലോ റേഞ്ചേ ഉള്ളൂ. നമ്പർ വരുന്നത് H900, റേറ്റ് 1980, 1980. രണ്ടാമത്തെ ഷെയ്ഡ് നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാട്ടോ. എനിക്കൊന്ന് ഫോട്ടോ എടുത്തപ്പോൾ കുറച്ച് ബ്ലൂയിഷ് ഗ്രീൻ പോലെയാണ് കാണിക്കുന്നത്, പക്ഷേ ശരിക്കും നല്ല ഡാർക്ക് നല്ല ഗ്രീൻ കളറാണ്. സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. ആ ഒരു പ്രിൻ്റൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഒരു പ്രത്യേക വെറൈറ്റി ആയിട്ടുള്ള പ്രിൻറ്റുകളാണ്. നമ്മുടെ ഒറിജിനലിൻ്റെ തന്നെ രീതിയിൽ ചെയ്തെടുത്തേക്കുന്ന ഐറ്റം കേട്ടോ. ബോട്ടം വരുന്നത് ഇതിന് കോട്ടൺ സിൽക്കാണ്. ചിലതിന് സാൻഡോൺ ഫാബ്രിക് വയ്ക്കും. ആ ഒരു സെയിം കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഏതാണോ കിട്ടുന്നത് ആ അവൈലബിലിറ്റി ഉള്ള അനുസരിച്ചായിരിക്കും ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വ്യത്യാസം വരിക. കറക്റ്റ് കളർ തന്നെയാണ് കേട്ടോ. നല്ല ഡാർക്കർ ആ ഒരു ഷെയ്ഡിലാണ് ബോട്ടം വെച്ചേക്കുന്നത്. നമ്പർ വരുന്നത് AS901, റേറ്റ് 1980. ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് ഭയങ്കര നല്ല കളറാട്ടോ. നല്ലൊരു ബ്രൗൺ കളറ്, അടിപൊളിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ അകത്തും ആ ഒരു മൾട്ടി കളറായിട്ട് കഥാവർക്ക് പാറ്റേണിൽ പ്രിൻറ്റ് പോയിട്ടുണ്ട്. നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. ബോട്ടം വരുന്നത് അതിൻ്റെ ഒരു ശക്കലം ലൈറ്റായിട്ട്, പക്ഷെ നല്ല ഇട്ട് വരുമ്പം കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി ലൈറ്റോ ഡാർക്കോ ചില മെറ്റീരിയലിൻ്റെ ആ ഒരു കളറിനനുസരിച്ച് ചെറിയ വേരിയേഷൻ വരുന്നതേ ഉള്ളൂ. എന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല പ്യുവർ സാൻഡൂണിൻ്റെ ഫാബ്രിക്കാണ് ബോട്ടത്തിന് വെച്ചേക്കുന്നത്. എല്ലാം നല്ല മെറ്റീരിയലുമാണ്, കാണാനും അടിപൊളി. എന്തായാലും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ടയുടെ താഴെ ടാസൽസും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതോടെ വരുമ്പോൾ 2.5 എബോവ് കിട്ടും കേട്ടോ ദുപ്പട്ടയുടെ ലെങ്ത്ത്. നമ്പർ AS902, റേറ്റ് 1980. നമുക്ക് നാലാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് ഒരു ബ്ലാക്ക് മിക്സഡ് ഗ്രീൻ കളറാട്ടോ. ശരിക്കും ഫോട്ടോ എടുക്കുമ്പം നല്ല ബ്ലാക്ക് പോലെ ഇരിക്കുന്നത്. ഫോട്ടോ മാത്രം നോക്കി എടുക്കരുത്. വെബ്സൈറ്റിലെ ഫോട്ടോ എടുക്കുമ്പോൾ ചിലപ്പം ചിലതിന് കളറിന് ആ ഒരു ഇത് മാത്രം കണ്ട് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് വീഡിയോയും കൂടെ കണ്ടേക്കണം കേട്ടോ. വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നുണ്ട്. വീഡിയോ മൊത്തത്തിൽ കേൾക്കാത്തവരും ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ കേട്ടിട്ട് വേണം ഓർഡർ ചെയ്യാനായിട്ട്. മെറ്റീരിയൽ എന്താണെന്നും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വിസ്തീരിച്ച് തരാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം എടുക്കാൻ. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ തിരിച്ചു വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് വരുന്നത് നല്ല ബ്ലാക്ക് മിക്സഡ് ഗ്രീൻ കളർ തന്നെയാണ് കേട്ടോ. ഗ്രീനാണ് ഷെയ്ഡ്, ബ്ലാക്ക് അല്ല. പെട്ടെന്ന് നോക്കുമ്പോൾ ബ്ലാക്കിൻ്റെ ഒരു ഇത് ലുക്ക് തോന്നിക്കും, പക്ഷേ ഡാർക്ക് ഗ്രീൻ കളറാണ്. അപ്പോൾ ഇതിലും മൊത്തത്തിൽ ആ ഒരു പ്രിൻറ്റ് തന്നെയാണ്. എന്തായാലും നല്ല കേട്ടോ, നല്ല അടിപൊളി കളേഴ്സാണെല്ലാം. നമ്പർ വരുന്നത് AH899, റേറ്റ് 1980.